ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു മൈ ഡ്രീം ലേഡി ഡിസൈൻസ്. ദേ കട്ട് ബീഡ്സ് വെച്ചിട്ട് ഒരുപാട് ഡിസൈനുകളാണല്ലേ നമ്മൾ ചെയ്തിട്ടുള്ളത്. അതിൽ നിന്നൊക്കെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്ലീവ് ഡിസൈനാണ് കേട്ടോ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത്. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. സ്ലീവ് മാത്രം അവിടെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇതിൻ്റെ ഒരു സ്കാലപ്പ് ഡിസൈൻ ചെയ്തിട്ടാണ് കേട്ടോ ഈ ഒരു ഡിസൈൻ ചെയ്യുന്നത്. ഇതിൻ്റെ സ്കാലപ്പിൻ്റെ ചെയ്യുന്നതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണണേ. ഞാനത് കുറച്ച് ഫാസ്റ്റാക്കി കാണിക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഞാൻ വേറെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ സ്ലീവ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വർക്ക് ചെയ്യണതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ. കാരണം നമ്മൾ സ്ലീവിൽ ഓൾറെഡി ലൈനിങ്ങും കാര്യങ്ങളൊന്നും ഫിക്സ് ചെയ്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ പിന്നെ സ്ലീവിൻ്റെ അവിടെ മാത്രം സ്റ്റിച്ച് ചെയ്യാതെയാണ് കേട്ടോ പെട്ടെന്ന് വർക്ക് ചെയ്യുന്നത്. ഇതുപോലെ സ്കാലപ്പ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതുപോലെ സീക്വൻസും പിന്നെ അതുപോലെ ഒരു വൈറ്റ് കട്ട് ബീഡ്സും അതുപോലെ വൈറ്റ് പേളും വെച്ചിട്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനാണ് ചെയ്യാൻ പോകുന്നത്. ഇത് നമുക്ക് കസ്റ്റമർ അയച്ചു തന്നൊരു റെഫറൻസ് പിക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഞാൻ ഈ ഒരു ഡ്രസ്സ് അപ്ലോഡ് ചെയ്യുമ്പോൾ ഞാൻ കാണിക്കാം. കാരണം ഇതിപ്പോൾ വർക്കിംഗ് പ്രോഗ്രസ്സിലാണ്, കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. ഇനി നെക്കിലും കൂടെ ഡിസൈൻ ചെയ്യാനുണ്ട്. നമുക്ക് സ്ലീവ് മാത്രമേ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്കും കൂടി കാണിക്കാം. ഈ ഡിസൈൻ എനിക്ക് ഒരുപാട് ഇഷ്ടമായി കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്കും കൂടി കാണിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. നല്ലൊരു ഭംഗിയുള്ളൊരു കളറാണ് കേട്ടോ ഈ ഒരു കളർ ടോപ്പിൻ്റെ. അപ്പോൾ അതിലേക്ക് ഈ ഒരു വൈറ്റ് കട്ട് ബീഡ്സും വൈറ്റ് സീക്വൻസും ഒക്കെ നല്ലതായിട്ട് മാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. ഇതിൽ മെയിനായിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ളത് തന്നെ വൈറ്റ് കട്ട് ബീഡ്സ് വെച്ചിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ചെറിയൊരു ലീഫും പിന്നെ അതുപോലെ ഒരു ചെറിയ സീക്വൻസ് ഫ്ലവറൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതന്നെ പിന്നെ കണ്ടിന്യൂ ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. റിപ്പീറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് സ്ലീവിൽ ചെയ്യുന്നത്. ഈ ഒരു സ്കാലപ്പിൽ നമ്മൾ കട്ട് ചെയ്യുന്നില്ല കേട്ടോ. സ്കാലപ്പ് അതുപോലെയാണ് ചെയ്തിട്ടുള്ളത്. നമുക്ക് തന്ന റെഫറൻസ് പിക്കിൽ അങ്ങനെ തന്നെ ആയിരുന്നു. അതുകൊണ്ട് പിന്നെ കട്ട് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല. പലരും ചോദിക്കാറുണ്ട് കേട്ടോ കളർ കട്ട് ബീഡ്സുകളൊക്കെ എങ്ങനെയാണ് സെലക്ട് ചെയ്യാനെന്നൊക്കെ. കളർ കട്ട് ബീഡ്സിൽ നമുക്കൊരു ഗ്യാരണ്ടിയും പറയാൻ പറ്റില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ അത് ആഫ്റ്റർ വാഷ് എന്തായാലും കളർ ഫെയ്ഡ് ആവുന്നുണ്ട്. നമ്മൾ ഈ വർക്കുള്ള ഡ്രസ്സൊക്കെ നമുക്ക് ഒന്ന് സൂക്ഷിച്ചാൽ നമുക്ക് കുറേ കാലമൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ അല്ലെങ്കിൽ ഡ്രൈ ക്ലീനിങ് ചെയ്യുക അങ്ങനെയൊക്കെയാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. അധികം പോവാത്തത് ഇതുപോലെ സിൽവർ അതുപോലെ ഗോൾഡൻ കട്ട് ബീഡ്സ് അതൊക്കെ കുറേ കാലം ഈട് നിൽക്കും കേട്ടോ. പിന്നെ ഞാനധികം കളർ കട്ട് ബീഡ്സുകൾ യൂസ് ചെയ്യാറില്ല. കാരണം ഈ ഒരു ഓപ്ഷൻ ഉള്ളതുകൊണ്ട് തന്നെയാണ് അധികം കസ്റ്റമേഴ്സ് നമ്മുടെ എൻക്വയറി ചെയ്യുമ്പോഴും അത് പറയാറുണ്ട് കേട്ടോ. ഈ ഒരു വർക്ക് നമുക്ക് സ്ലീവിൽ മാത്രമല്ല കേട്ടോ. നമുക്കിപ്പോൾ ഈ ഒരു വർക്കിനെ നമ്മൾ നെക്കിലും ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇത് ഷോളിൽ സ്കാലപ്പ് ചെയ്തിട്ട് ഒക്കെ ചെയ്ത് കൊടുക്കാം കേട്ടോ. നല്ല ഹെവി ആയിട്ടുള്ള വർക്ക് ചെയ്യുക ഷാളും കൂടെയൊക്കെ ചെയ്യുമ്പോൾ. ഞാൻ എപ്പോഴും എല്ലാവരോടും പറയുന്നുണ്ട് കേട്ടോ, നമ്മൾ എന്തും നമ്മൾ ആഗ്രഹിച്ചാൽ ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തണം എന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എത്ര ആൾ തടസ്സം നിന്നാലും നമുക്കത് എത്തിപ്പെടാൻ പറ്റും കേട്ടോ. കാരണം നമ്മൾ അത്രത്തോളം ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ പടച്ചോൻ അത് കാണുന്നുണ്ടല്ലോ. അതിൻ്റെ ഒരു ചെറിയൊരു അംശത്തിലേക്കെങ്കിലും അത് എത്തുന്നേ. കാരണം ഞാൻ എൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണം തന്നെയാണ് കേട്ടോ. ചെറുപ്പം മുതലേ ഫാഷൻ വേൾഡിലൊരു ആഗ്രഹം ഉണ്ടെങ്കിലും സാമ്പത്തികമായിട്ടും പിന്നെ വീട്ടിലെ സാഹചര്യം കൊണ്ടും അതിലേക്ക് എത്തിപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ വീണ്ടും ഞാൻ ഇതിലേക്ക് തന്നെ എത്തിപ്പെട്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ ആ മോഹങ്ങളൊക്കെ അവിടെ ഉപേക്ഷിച്ചിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് പോലും ഞാൻ വീണ്ടും ആ ഒരു ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞു. ഒരു കുന്നോളം ആഗ്രഹിച്ചാലേ നമുക്കൊരു കുന്നിക്കുരുവോളം നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. എന്തായാലും അതന്നെ ധാരാളമല്ലേ. അപ്പോൾ എന്തായാലും ഈ ഒരു ഡിസൈൻ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. പിന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടിക്കൊള്ളൂ കേട്ടോ. ഇതുപോലുള്ള വെറൈറ്റി ആയിട്ടുള്ള മോഡലുകൾ നിങ്ങൾക്ക് ചെയ്തു തരണമെന്നുണ്ടെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്യാനുള്ള വാട്സപ്പ് നമ്പറും ഞാൻ താഴെ കൊടുക്കുന്നുണ്ടേ. എന്നാൽ പിന്നെ എങ്ങനെയാ. താങ്ക് യു ഫോർ വാച്ചിങ്.